Praise the Lord. 81-ാമത്തെ സങ്കീർത്തനം ചില വാക്യങ്ങൾ അതോട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ട് മുഖവരിയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ സ്തോത്രം പല വിധങ്ങളുണ്ട്, പലവിധ സങ്കീർത്തനങ്ങൾ കാണുവാൻ കഴിയും. സ്തോത്രം ചില സങ്കീർത്തനങ്ങൾ രാജകീയ സങ്കീർത്തനങ്ങളുണ്ട്. ഇറ്റ്സ് കോൾഡ് കൊറോനേഷൻ സാംസ് എന്ന് പറയും. അതുപോലെ തന്നെ സാംസ് ഓഫ് പ്രൈസ് ഉണ്ട്, ആരാധന സങ്കീർത്തനങ്ങളുണ്ട്. സാംസ് ഓഫ് ലമെന്റേഷൻസ് ഉണ്ട്, വിലാപ സങ്കീർത്തനങ്ങളുണ്ട്. അതുപോലെ സാംസ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ സങ്കീർത്തനങ്ങളുണ്ട്. അതുപോലെ തന്നെ സാംസ് ഓഫ് പ്രോഫസി, പ്രവചനികമായ സങ്കീർത്തനങ്ങളുണ്ട്. സോങ്സ് ഓഫ് വിസ്ഡം ഉണ്ട്. സ്തോത്രം. എന്നാൽ ഈ 81-ാം സങ്കീർത്തനം ഇറ്റ് ഈസ് എ മെമ്മോറിയൽ സാമാണ്, ഓർമ്മപ്പെടുത്തലുകളുടെ ഒരു സങ്കീർത്തനമാണ്. എന്താണ് ഇവിടെ ഓർമ്മപ്പെടുത്തലുകളായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്? ഓർമ്മപ്പെടുത്തലുകളായി സ്തോത്രം ഇസ്രായേൽ മക്കൾ സ്തോത്രം അവരുടെ പിതാക്കന്മാർ കടന്നുപോയ അനുഭവങ്ങളെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നതാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്. അതിന്റെ 13-ാമത്തെ വാക്യത്തിലാണ് ഈ സങ്കീർത്തനത്തിന്റെ പ്രധാനപ്പെട്ട തീം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ 13-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് ശബ്ദമുയർത്തി വായിച്ചാട്ടെ. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു, ഓർമ്മപ്പെടുത്തലുകളുടെ സങ്കീർത്തനമാണെങ്കിൽ തന്നെയും സങ്കീർത്തനങ്ങളിൽ തന്നെ ഈ ഓർമ്മപ്പെടുത്തലുകൾ ഇവർക്ക് ചില വാർണിംഗ്സ് നൽകുകയാണ്. സ്തോത്രം. അവരെ ഓർമ്മപ്പെടുത്തുന്നത്, അവരെ ചിലത് ഓർമ്മപ്പെടുത്തുകയാണ്, ചില വാർണിംഗ് നൽകി അവരെ ഓർമ്മപ്പെടുത്തുന്നതാണ് കാണുവാൻ കഴിയുന്നത്. എന്താണ് അവരെ ഓർമ്മപ്പെടുത്തുന്നത്? എന്റെ ജനം എന്റെ വാക്ക് കേട്ട് എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, സ്തോത്രം, അവർ അപ്രകാരം നടക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. നടക്കുകയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ അപ്രകാരം നടക്കുന്നില്ല. സ്തോത്രം. അവരെങ്ങനെ നടക്കുകയായിരുന്നെങ്കിൽ അവർക്ക് നൽകുവാൻ പോകുന്ന 2-3 അനുഗ്രഹങ്ങൾ 15-16 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. 14, 15, 16 വാക്യങ്ങളിൽ 3 വാക്യങ്ങളിലൂടെ അവർക്ക് ലഭിക്കുവാൻ ദൈവം ആഗ്രഹിച്ച ചില അനുഗ്രഹങ്ങൾ കാണുവാൻ കഴിയുന്നു. ഒന്ന് പറയുകയാണ്, ഞാൻ വേഗത്തിൽ അവർ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവർ വൈരികളുടെ നേരെയും എന്റെ കൈ തിരിക്കുമായിരുന്നു. സ്തോത്രം. യഹോവയെ പഴിക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു, അവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. അവൻ മേത്രമായി ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. സ്തോത്രം. പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്തോത്രം, വഴികളിൽ നടന്നിരുന്നുവെങ്കിൽ, ജനം ദൈവത്തിന്റെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ ഇപ്രകാരമുള്ള ദൈവിക അനുഗ്രഹങ്ങൾ ഈ ജനത്തിന് ലഭിക്കുമായിരുന്നുവെന്ന് കർത്താവ് പറയുകയാണ്. എന്നാൽ ഇവർക്ക് അപ്രകാരം നടക്കുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് അവർക്ക് നടക്കുവാൻ കഴിഞ്ഞില്ല എന്ന് ഈ സങ്കീർത്തനത്തിൽ ഇവർക്ക് ഉണ്ടായ ചില താളപ്പിഴവുകൾ ഈ സങ്കീർത്തനം നമ്മെ ഉപദേശിക്കുകയാണ്. ഒന്നാമത്തെ താളപ്പിഴവ് എന്താണെന്ന് കാണുവാൻ കഴിയുന്നത് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലാണ് ഒന്നാമത്തെ താളപ്പിഴവ് കാണുന്നത്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ദൈവത്തിനെ ഘോഷിപ്പീൻ, ദൈവത്തിന് ആർപ്പിടുവീൻ, തപ്പും ഇമ്പവുമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവീൻ എന്നെല്ലാം പറഞ്ഞു വന്നിട്ട് 4-ാമത്തെ വാക്യത്തിലേക്ക് പറയുന്നു, ഇത് ഇസ്രായേലിന് ഒരു ചട്ടവും യാക്കോബിന്റെ ദൈവത്തിനൊരു പ്രമാണവുമാകുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഇവരുടെ താളപ്പിഴവ് സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ, ആരാധനയ്ക്കൊരു ചട്ടമുണ്ട്, ആരാധനയ്ക്കൊരു ക്രമമുണ്ട്, ആരാധനയ്ക്ക് ഒരു സിസ്റ്റം ഉണ്ട്. ആ ചട്ടം, ആ പ്രമാണം അവർ പാലിക്കാതെ അവർ ആരാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത് അവർക്ക് സംഭവിച്ച താളപ്പിഴവ്. ഇന്ന് രാവിലെ ദൈവസേനയിൽ കാത്തിരിക്കുന്ന, ദൈവസേനയിൽ കേൾക്കുന്ന ദൈവമക്കളെ, ഈ രാവിലെ ആരാധനയ്ക്കായി കടന്നു വരുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവൻ ഇന്ന് രാവിലെ നമ്മോടും പറയുവാനുള്ളത്, ആരാധനയ്ക്കൊരു സിസ്റ്റമുണ്ട്, ആരാധനയ്ക്കൊരു ചട്ടമുണ്ട്, ആരാധനയ്ക്കൊരു ക്രമമുണ്ട്. ആ ക്രമത്തിന് അനുസരണമായി ആരാധിച്ചാൽ മാത്രമേ ആരാധനയുടെ സ്തോത്ര മഹത്വമായവൻ ആ ആരാധനയെ പ്രസാദിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്ന ദൈവമൈതൽ, സ്തോത്ര, ആരാധിക്കേണ്ടവനെ ചട്ടത്തോടെ, ആരാധിക്കേണ്ടവനെ ക്രമത്തോടെയും, ആരാധിക്കേണ്ടവനെ അതിന്റെ പൂർണ്ണ ബഹുമാനത്തോടും ആരാധിക്കുവാൻ ഇന്ന് രാവിലെ ഒരിക്കൽ കൂടെ സമർപ്പിച്ചു കൊടുക്കേണ്ട പകൽ കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് അവർക്ക് സംഭവിച്ച രണ്ടാമത്തെ ഒരു പ്രശ്നം 5 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്.
സ്തോത്രം. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, പ്രൈസ് ദി ലോർഡ്, അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒത്തിരി നന്മകൾ കാണുവാൻ കഴിയുന്നു. തോളിൽ നിന്ന് ചുമട് മാറിപ്പോയി, കൈകൾ കുട്ടവിട്ടൊഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് ഇവര് സ്തോത്രം ഈജിപ്തിലായിരുന്നപ്പോൾ ഇവരുടെ തോളിൽ സ്തോത്രം അടിമ മുഖത്തിന്റെ ചുമടുണ്ടായിരുന്നു, കൈകളിൽ നിന്ന് കുട്ടയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 7ാമത്തെ വാക്യത്തിൽ പറയുന്നു, കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ വിടുവിച്ചു എന്ന് പറയുകയാണ്. സ്തോത്രം. മെരിബാ വെള്ളത്തിൽ അവർ വീണ്ടും അവരെ പരീക്ഷിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ട് 8ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ ജനമേ കേൾക്കാം, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും, ഇസ്രായേലേ നീ എന്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. നോക്കിക്കേ, കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? അതിന്റെ 2ാമത്തെ കാരണം, ഇവരുടെ ജീവിതത്തിൽ വന്ന 2ാമത്തെ താളപ്പിഴ എന്തെന്ന് ചോദിച്ചാൽ, സ്തോത്രം, കഴിഞ്ഞ നാളുകൾ ഇവർ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മ പ്രവർത്തികൾ ഇവർ മറന്നുപോയി എന്നുള്ളതാണ് ഇവരുടെ ജീവിതത്തിൽ വന്ന 2ാമത്തെ താളപ്പിഴ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിലേക്ക് കടന്നു വന്ന ദൈവവൈതലേ, ഈ രാവിലെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഓർക്കണം, കഴിഞ്ഞ നാളുകളിൽ കർത്താവ് എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? കർത്താവ് എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ഏറ്റവും പ്രധാനമായി കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത്, അവൻ തന്റെ പരിശുദ്ധ രക്തം നമുക്ക് വേണ്ടി നൽകി കൊടുത്തു എന്നുള്ളതാണ്. അവന്റെ അടിപ്പിണരാ നമുക്ക് സൗഖ്യം നൽകി തന്നു എന്നുള്ളതാണ്. അവൻ നിത്യജീവനെ നൽകി തന്നു എന്നുള്ളതാണ്. എന്നാൽ അവർ ഓർക്കാതെ, സ്മരിക്കാതെ, സ്തോത്രം, ദൈവസനയിൽ നകന്നുപോയി എന്ന് ഈ ചിന്തകളിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. 3ാമത് അവരുടെ ജീവിതത്തിൽ വന്ന 3-4 അനുഭവങ്ങൾ കൂടെ ഞാൻ വേഗത്തിൽ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 9ാമത്തെ വാക്യം പറയുന്നു, അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത്, യാതൊരു അന്യ ദൈവത്തെ നീ നമസ്കരിക്കരുത്. ഇസ്രായേൽ മക്കൾക്ക് ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അവരോട് പറഞ്ഞ 10 കൽപ്പനകൾ പ്രധാനപ്പെട്ട കൽപ്പനകളിൽ ഒന്നാണ്. എന്നാൽ വീണ്ടും അവരെ ഓർമ്മപ്പെടുത്തുവാൻ കാരണം, എവിടെയോ അവർ അന്യ ദൈവങ്ങളെ സേവിക്കുവാൻ തുടങ്ങി. ജാതീയ വിഗ്രഹങ്ങളെ അവർ സേവിക്കുവാൻ തുടങ്ങി, പൂജാ വിഗ്രഹങ്ങളെ അവർ ആരാധിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ സ്തോത്രം, ആ ചിന്തകൾ നമ്മെ ബാധിക്കുന്നില്ല എന്ന് നമ്മൾ പറയും. എന്നാൽ ഇന്ന് രാവിലെ പറയട്ടെ, ദൈവത്തെക്കാൾ ഉപരിയായി മറ്റൊന്നിനെ സ്നേഹിച്ചാൽ, ദൈവത്തെക്കാൾ ഉപരിയായി മറ്റൊന്നിനെ ആരാധിച്ചാൽ, ദൈവത്തെക്കാൾ ഉപരിയായി മറ്റൊന്നിനെ നാം സമയം നൽകിയാൽ, അതെല്ലാം അന്യ വിഗ്രഹങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ അന്യ ദേവന്മാരായി അത് തീരുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്ന മക്കളോട് ദൈവത്തിന് പറയുവാനുള്ള 3ാമത്തെ ആലോചന, ദൈവത്തെ അല്ലാതെ, ദൈവത്തിന്റെ ഹല്ലേലൂയ, ദൈവത്തെ അല്ലാതെ മറ്റൊന്നും നമ്മെ സ്തോത്രം ഒന്നും പ്രലോഭിപ്പിക്കരുത്, മറ്റൊന്നും നമുക്കത് സന്തോഷമായി തീരരുത്. 4ാമത്തെ പ്രശ്നം 12ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ അവരുടെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, അവർ സ്വന്തം ആലോചന പ്രകാരം നടന്നു. ദൈവാലോചനയ്ക്ക് വിരോധമായി അവർ സ്വന്തം ആലോചനയ്ക്ക് നടന്നത് കൊണ്ട്, സ്തോത്രം, കർത്താവ് പറയാണ്, ഞാൻ അവരുടെ ഹൃദയത്തെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ 81ാം സങ്കീർത്തനം അതൊരു വാണിംഗ് ആയിട്ട് നമ്മുടെ മുൻപിൽ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ച ഒരു വാണിംഗ് ആയിട്ട് ഇന്ന് രാവിലെ ഇരിക്കട്ടെ. ഇത് കേട്ട ദൈവമക്കളോടും എന്നോടും പ്രസംഗിച്ച പ്രസംഗകനോടും പരിശുദ്ധാത്മാവിന് ഇന്ന് രാവിലെ പറയുവാനുള്ളത്, സ്തോത്രം, ദൈവം ആഗ്രഹിക്കുന്ന ചട്ടത്തിൽ, ദൈവം ആഗ്രഹിക്കുന്ന ക്രമത്തിൽ ആരാധിക്കുവാനാണ്. 2, സ്തോത്രം, ദൈവം ചെയ്ത ഓർമ്മകൾ, കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത പ്രവർത്തികളെ അത് സ്മരിക്കുവാനാണ്. അന്യ ദൈവങ്ങൾ ഉണ്ടാകാതെ വണ്ണം സ്വന്തം ആലോചന പ്രകാരം നടക്കാതെ കർത്താവിന്റെ ആലോചന പ്രകാരം ഓരോ സ്റ്റെപ്പ് വെക്കുവാൻ ആത്മാവ് നമ്മെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. അപ്രകാരം നടന്നാൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്തു സംഭവിക്കും? ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, വൈദികരുടെ നേരെ കൈതിരിക്കുമായിരുന്നു, ശുഭകാലം നിൽക്കുമായിരുന്നു, വേദമ്പ് മഹത്തരമായ ഗോതമ്പ് കൊണ്ട് പോഷിപ്പിക്കുമായിരുന്നു, പാറയെന്നുള്ള തേൻ കൊണ്ട് തൃപ്തി വരുത്തുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് തിരഞ്ഞെടുക്കാം, ഏത് വേണം? അനുഗ്രഹം വേണോ, ശാപം വേണോ? ഇന്ന് രാവിലെ നമുക്ക് തിരഞ്ഞെടുക്കാം, നന്മ വേണോ, തിന്മ വേണോ? ഇന്ന് രാവിലെ തിരഞ്ഞെടുക്കാൻ ദൈവ സാന്നിധ്യം വേണോ, ദൈവത്തിൽ നിന്ന് അകന്നു പോകണമോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ കേട്ട ദൈവാലോചനയ്ക്ക് മുൻപിൽ ഒരിക്കൽ കൂടെ സമർപ്പിക്കും. സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷങ്ങൾക്കായി ഒരിക്കൽ കൂടെ സ്തോത്രം. കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് വീണ്ടും ഞങ്ങളോട് ഇടപെടണം. തിരുകൃപ കൊണ്ട്